നമ്മുടെ പഞ്ചരത്നങ്ങളെ ഓർമ്മയില്ലേ? 5 മക്കളെ, 4 പെൺകുട്ടികളും, 1 ആൺകുട്ടിയും. ഉത്രജനും ബാക്കി എല്ലാ പെൺകുട്ടികളും. ഈ സുന്ദരിമണികളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ വിവാഹം നടന്നത്. അതായത് 2020. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? എന്ത് ചെയ്യുകയാണ്? എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അതിൽ 2, 3 പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായതായും ഉത്രജൻ ആൺകുട്ടി ഇപ്പോൾ മറ്റൊരിടത്ത് ജോലി ചെയ്യുന്നതായും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. പഞ്ചരത്നങ്ങളുടെ വീട്ടിൽ ശരിക്കും 2020 തിരക്കോട് തിരക്കായിരുന്നു. ഒക്ടോബർ 24 ഇവർ വിവാഹിതരായത്. ഇവരെ അനുഗ്രഹിക്കാനായി ബന്ധുക്കളും VIP-കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് അന്ന് എത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഗുരുവായൂരിൽ കല്യാണ ചടങ്ങുകൾ നടത്തിയതിനാൽ പലർക്കും അന്ന് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് ആശംസകൾ അറിയിക്കാൻ എത്തുകയായിരുന്നു. അന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പഞ്ചരത്നങ്ങളെ കാണാൻ വീട്ടിലെത്തിയിരുന്നു. നവദമ്പതികളുടെ വിവാഹ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അന്ന് തരംഗമായി മാറിയിരുന്നു. ഫാഷൻ ഡിസൈനറായ ഉത്രയെ മസ്കറ്റിൽ ഹോട്ടൽ മാനേജറായ ആയൂർ സ്വദേശി അജിത് കുമാറാണ് താലി ചാർത്തിയത്. മാധ്യമപ്രവർത്തകയായ ഉത്തരയെ മാധ്യമപ്രവർത്തകൻ തന്നെയായ കോഴിക്കോട് സ്വദേശി KB മഹേഷ് കുമാറാണ് വിവാഹം ചെയ്തത്. അനസ്തീഷ്യ ടെക്നീഷ്യൻ ഉത്തമയെ മസ്കറ്റിൽ അക്കൗണ്ടന്റായ G വിനീതും താലി കെട്ടി. ഒരു വിവാഹം മാത്രം പിന്നീടാണ് നടന്നത്. ഉത്രജിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് വിദേശത്ത് നിന്ന് വരന് എത്താൻ കഴിയാത്തതിനാൽ വിവാഹം മാറ്റിവെച്ചു. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായ ഉത്രജിയുടെ വരൻ പത്തനംതിട്ട സ്വദേശിയും കുവൈത്തിൽ അനസ്തീഷ്യ ടെക്നീഷ്യനുമായ ആകാശാണ്. പഞ്ചരത്നങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും ജീവിതത്തിൽ അവർ സന്തോഷത്തോടെ കൂടി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ 2, 3 പേർക്ക് കുട്ടികൾ ഉണ്ടായതായി നമ്മൾ സോഷ്യലിലൂടെ അറിഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലെ ഈ 5 താരങ്ങൾക്കും ഇപ്പോൾ കൺമണികളും പിറന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിതത്തോട് പോരാടിയ ആ അമ്മ ഇപ്പോൾ മുത്തശ്ശിയായിരിക്കുകയാണ്. തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകടവിൽ പ്രേംകുമാർ രമാദേവി ദമ്പതികൾക്ക് 1995 നവംബർ 18-നായിരുന്നു 5 മക്കൾ ജനിച്ചത്. ഉത്രം നാളിൽ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ചവർക്ക് സാമ്യമുള്ള പേരുകളിട്ടു. ഇവർക്ക് 10 വയസ്സാകുന്നതിന് മുൻപേ അച്ഛൻ മരണപ്പെട്ടു. എല്ലാ പ്രതിസന്ധികളോട് പൊരുതിയാണ് രമാദേവി 5 മക്കളെയും വളർത്തി വലുതാക്കിയത്. ജന്മ ഐക്യത്തിനു പിന്നാലെ ചോറൂണും സ്കൂളിൽ ചേർക്കുന്നതും SSLC, +2 പരീക്ഷകൾ എഴുതുന്നതും വോട്ട് ചെയ്യാൻ പോകുന്നതുമെല്ലാം ഒന്നിച്ചു തന്നെയായി. ഇതെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു. കൗതുകത്തോടും അതിലുപരി വാത്സല്യത്തോടും കൂടിയാണ് നാട് പഞ്ചരത്നങ്ങളുടെ വളർച്ചയുടെ ഓരോ പടവുകളും കണ്ടത്. ഇപ്പോഴും എല്ലാവർക്കും ആ പഞ്ചരത്നങ്ങളോട് സ്നേഹമുണ്ട്. അതേ സ്നേഹം തന്നെ ആ അമ്മയും മക്കളും എന്നും അതിജീവിച്ചാണ് മുന്നോട്ട് പോയത്. തങ്ങളുടെ പരിസരത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ഈ സൊസൈറ്റിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആ അമ്മയ്ക്ക് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. വെളുത്ത സാരി ഉടുത്ത്, തൂവെള്ള നിറത്തിലെ സാരി ഉടുത്ത്, ഭസ്മക്കുറി അണിഞ്ഞു വരുന്ന ആ അമ്മയെ കണ്ടാൽ ഒരു സന്യാസിനിയെ പോലെ ഇരിക്കുമെന്ന് പലരും പറയാറുണ്ട്. ആ യോഗിനിയുടെ, ആ സന്യാസിനി അമ്മയുടെ മഹത്വം കൊണ്ട് തന്നെയാണ് ആ 4 മക്കളും അല്ലെങ്കിൽ 5 മക്കളും ഒരു വലിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയത്.